യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 36-ാം വാക്യം. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവങ്കലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കുന്നവർ പല വെല്ലുവിളികളും നേരിടേണ്ടതുണ്ട്. കഠിനമായ ഉപദ്രവങ്ങൾ ഈ ശുശ്രൂഷയ്ക്കുണ്ടാകുമെന്ന് യേശു നമ്മോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ദേഹിയെ കൊല്ലുകയും ദേഹത്തെ കൊല്ലാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നവരെ ഭയപ്പെടേണ്ട എന്ന് പഠിപ്പിച്ചത് ആയതിനാലാണ്. അടിസ്ഥാനരഹിതമായ അധിക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും. വീട്ടുടയവനെ ഭൂതങ്ങളുടെ തലവനെന്ന് വിളിച്ചെങ്കിൽ വീട്ടുകാരെ എത്രയധികം എന്ന മുന്നറിയിപ്പ് നൽകി. ഒറ്റപ്പെടുത്തലുകളുണ്ടാകും. സഭകളിൽ നിന്ന് പുറത്താക്കുകയും പള്ളിഭ്രഷ്ടന്മാരാക്കുമെന്ന് ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത്. സ്വദേശത്ത് അപമാനം അനുഭവിക്കേണ്ടി വരും. ഒരു പ്രവാചകനും സ്വന്തം ദേശത്ത് മാനിക്കപ്പെടുന്നില്ല. തെറ്റായ ആരോപണങ്ങൾ സഹിക്കേണ്ടി വരും. കള്ളസാക്ഷികൾ എതിരായി എഴുന്നേൽക്കും. ന്യായാധിപ സഭകളുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ഇത്രയധികം കഷ്ടപ്പാടുകൾ സഹിച്ച് എന്തിന് ശുശ്രൂഷ ചെയ്യണമെന്ന് ചിന്തയുയരാം. അതിനുള്ള ഉത്തരങ്ങളിൽ ഒന്നുകൂടെയാണ് ഇവിടെ യേശു പറയുന്ന സന്ദേശം. വിശപ്പ് പോലും മറന്ന് പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യാനുള്ള കാരണം നിത്യജീവങ്കിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു എന്നതാണ്. ഇവിടെ പറയുന്ന വിളവ് ആത്മാക്കളാണ്. സുവിശേഷം അറിയിക്കുമ്പോൾ ചിലരൊക്കെ ക്രിസ്തുവിനെ അറിയുകയും അംഗീകരിക്കുകയും ചെയ്യും. വിശ്വസിക്കുന്നവർ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കും. അവർ കൊയ്തെടുത്ത വിളവ് ശേഖരിച്ചു വയ്ക്കുന്നത് പോലെ നിത്യജീവനിലേക്ക് കൂട്ടിവയ്ക്കും. ഇവിടെ കണ്ണുനീരോടെ വിതയ്ക്കുന്നു. വേദനയും അപമാനവും സഹിച്ച് ജീവവിത്തായ വചനം വിതയ്ക്കുന്നു. എന്നാൽ നിത്യജീവനിൽ അത് ആത്മാക്കളുടെ കൊയ്ത്താണെന്ന് കാണുമ്പോൾ വിതച്ചവരും കൊയ്തവരുമെല്ലാം സന്തോഷിക്കുന്നു. ചിലർ വിതച്ചതിൻ്റെ ഫലം പെട്ടെന്ന് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. തങ്ങളുടെ ആയുഷ്കാലത്ത് തന്നെ കണ്ടെന്ന് വരില്ല. അവർക്ക് പിന്നാലെ വരുന്നവരാകാം അതിൻ്റെ ഫലം കാണുന്നത്. എന്നാൽ നിത്യതയിൽ ഈ ആത്മാക്കളെ കാണുമ്പോൾ ഇരു കൂട്ടരും സന്തോഷിക്കും. ആ നിത്യസന്തോഷത്തിനായി ഇന്ന് എന്തൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചും യേശുവിൻ്റെ സാക്ഷികളാകാം. God bless you.